വി വസീഫ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. CPM നേതാവ് ശ്രീ വസീഫ്, എന്താണ് സംഭവിച്ചത്? ഒരു ജനപ്രതിനിധിക്ക് MPക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. പോലീസ് ഏകപക്ഷീയമായി തല്ലി എന്നാണ് പറയുന്നത്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്ന നിങ്ങൾക്ക് ഒന്ന് കൃത്യമായി അന്വേഷിച്ചാൽ അവിടെ നടന്നത് എന്താ എന്നുള്ളത് ബോധ്യപ്പെടുന്നതേ ഉള്ളൂ. എന്താണ് കോൺഗ്രസ് എന്നും എന്താണ് ഷാഫി പറമ്പലിന്റെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളതും വളരെ കൃത്യമായി ഈ നാടിന് ബോധ്യപ്പെടുന്നതാണ് ഈ സംഭവങ്ങൾ. അവിടെ എന്തിനാണ് ഇത്ര വലിയൊരു സംഘർഷം ഉണ്ടാക്കിയത് എന്ന് ഈ നാടിനോട് മറുപടി പറയാൻ ബാധ്യതപ്പെട്ടത് MPക്കാണ്. അദ്ദേഹം പറയണം. അത് ഒരു നാടിനെ കലാപത്തിലേക്ക് കൊണ്ടുപോകാൻ, അക്രമത്തിലേക്ക് കൊണ്ടുപോകാൻ ബോധപൂർവമായി MP ശ്രമിച്ചു എന്ന് തന്നെയാണ് ആ നാടാകെ പറയുന്നത്. അവിടെ ഒരു കോളേജിൽ, CKG കോളേജിൽ ഒരു ചെയർമാൻ സീറ്റ് മാത്രം ചെറിയ വോട്ടിന് UDSF ജയിക്കുന്നു. അതിന്റെ പേരിൽ അവർ അവിടെ ആകെ ഒരു അക്രമത്തിന് ഒരു നേതൃത്വം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അല്ല വസീഫ്, അതിനൊരു സംശയം, ജയിച്ചാൽ എന്തിനാണ് അക്രമം നടത്തുക? ജയിച്ചതല്ലേ, തോറ്റതല്ലോ. അവർ ജയിച്ചതിന്റെ ആഘോഷത്തിൽ വലിയ, അതാണിപ്പോ കാണുന്നത്. നിങ്ങൾ കണ്ടില്ലേ? അവിടുത്തെ പോലീസിനോടോ അല്ലെങ്കിൽ അവിടെയുള്ള കടകളിൽ ഉള്ളവരോടോ അവിടെയുള്ള സാധാരണ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരോടോ ചോദിക്ക്. SFI പ്രകടനം നടത്തി അങ്ങാടിയിൽ നിന്ന് പോയി, ഒരു ഭാഗത്തേക്ക് മാറി നിന്നു, മറ്റവരുടെ പ്രകടനം വീണ്ടും വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പോലീസ് അവിടെ തടഞ്ഞു. അത് കഴിഞ്ഞ ദിവസമാണ്. പോലീസ് തടഞ്ഞതിന്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള വലിയ സംഘർഷം, ഇവരുടെ ഒരു ഷോ, അതാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിനു മുമ്പ് ഇവിടെ തന്നെ ഇതേ പേരാമ്പ്രയിൽ റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിയെ അവരെന്തിനാ ആക്രമിച്ചത്? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടോ? നിങ്ങളിപ്പോ ജയിച്ചതിന് ആക്രമിച്ചു എന്ന് ചോദിച്ചു. അന്ന് എന്തിനാ റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധികളെ ഇവർ ആക്രമിച്ചിരുന്നത്? ഇതേ ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വലിയ അക്രമങ്ങളും വലിയ സംഘർഷവും ഒക്കെ സൃഷ്ടിച്ച് വാർത്തകളിൽ ഇടം പിടിക്കുക, വലിയ രീതിയിലേക്ക് പ്രചരണ പ്രവർത്തനങ്ങൾ, നുണപ്രചരണങ്ങൾ എല്ലാം വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം കൂട്ടുപിടിച്ച് തങ്ങളുടെ കയ്യിലുള്ള വലിയ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഉണ്ട്, അതെല്ലാം ഉപയോഗിച്ച്. ശരി വസീഫ്, എന്തായാലും ആ സംഭവം അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പോൾ പ്രശ്നം ഇതാണ്, ഒരു ജനപ്രതിനിധിക്ക് എന്തായാലും മർദ്ദനമുണ്ട്, മുഖത്ത് ചോരയുണ്ട്, അത് പോലീസിന്റെ ഭാഗത്തു നിന്നാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു ജനപ്രതിനിധി മർദ്ദിക്കപ്പെടാൻ പാടുള്ളതാണോ? MP അല്ലേ? ഇതിനു മുമ്പ് മഷിക്കുപ്പി പ്രയോഗം നടത്തിയവരാണ് കേരളത്തിലെ KSU. മറന്നുപോയോ നിങ്ങൾ? മഷിക്കുപ്പി പ്രയോഗം നടത്തിയവരാ. ഇതെങ്ങനെയാന്നുള്ളത് അന്വേഷിക്കണം. ഇതും മഷിക്കുപ്പിയാണെന്നല്ല, ഇത് മഷിക്കുപ്പിയാണെന്നാണ്. MPക്ക് എന്നല്ല ആർക്കും പരിക്ക് പറ്റരുത്, ആർക്കും ഇവിടെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം, സംഘർഷം ഉണ്ടാക്കരുത്. ഇവിടെ സ്വാഭാവികമായിട്ടും സംഘർഷത്തിന് അയവ് വരുത്താനും അവിടെ പ്രശ്നങ്ങളില്ലാത്ത തരത്തിൽ സംയമനത്തോടു കൂടി ഇടപെടാൻ ബാധ്യതപ്പെട്ട MP ഒരു പ്രദേശത്ത് സംഘർഷം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോ ആദ്യത്തെ സംഭവമല്ല, തുടർച്ചയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ വസീഫ്, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഷാഫി പറമ്പലിനെ ടാർഗറ്റ് ചെയ്യുന്നു CPM. പ്രതിഷേധങ്ങൾ, പ്രകടനങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള ഒരു പരാതി കൂടി ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ജിമ്മയെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ അതൊന്ന് അന്വേഷിക്കണം. ആരാ ടാർഗറ്റ് ചെയ്യുന്നത്? ഈ ഷാഫി പറമ്പലിന്റെയും ഈ പറയുന്ന രാഹുലിന്റെയും ഒക്കെ ടീമിനെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്ക്. ഞാനിത് ഒരു സുപ്രഭാതത്തിൽ പറയുന്നതല്ലല്ലോ. എത്രയെത്ര സന്ദർഭങ്ങളിൽ ഇവരുടെ ഭാഗത്തുനിന്ന് അക്രമം നടന്നു. ഇവർ ബോധപൂർവമായി അക്രമം നടത്തി. ഇവരുടെ സോഷ്യൽ മീഡിയ രംഗത്ത്, ഇവരുടെ സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെ വലിയ രീതിയിൽ അജണ്ടകൾ സെറ്റ് ചെയ്ത്. ശ്രീ വസീഫ്, അപ്പോൾ ഷാഫി പറമ്പലിനെ തടയുക എന്നുള്ളത് കോൺഗ്രസ് CPMന്റെ ഒരു അജണ്ടയല്ല, DYFIയുടെ അജണ്ടയല്ല, അങ്ങനെ പരിപാടിയില്ല. ഒരിക്കലുമല്ല. നിങ്ങൾ തന്നെ കണ്ടില്ലേ, നേരത്തെ ആ വടകരയിൽ DYFI പ്രവർത്തകർ സൈഡിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോ ആ ഗ്ലാസിന്റെ ഇടയിൽ കൂടെ തല ഇങ്ങ് പുറത്തേക്ക് ഇട്ടിട്ട് എന്തൊരു ഷോ ആയിരുന്നു. ഇപ്പോഴും അതന്നെയല്ലേ കാണുന്നത്? അല്ല, അത് പക്ഷേ പ്രവർത്തകർ ഇപ്പുറത്തെ സൈഡിലേക്ക് MPയെ തടഞ്ഞത് എന്തിനാണെന്നുള്ളത് അന്ന് മുതലേ ചോദിക്കുന്നതാണ്. നിങ്ങൾ ഇവിടുത്തെ വിഷ്വൽ ഒക്കെ നിങ്ങൾ നോക്ക്. അന്ന് ആരോടാ കയർക്കുന്നതും പ്രശ്നവും? ഇദ്ദേഹത്തിന്റെ കൂടെ കൊണ്ട് നടക്കുന്ന ടീം പുറകിൽ നിന്ന് തെറി വിളിക്കുക. സ്വാഭാവികമായിട്ടും ഒരു സാധാരണ പ്രവർത്തകരെ DYFI സഖാക്കൾക്ക് നേരെയൊക്കെ തെറിയും മറ്റും. ശ്രീ വസീഫ്, അത് ആദ്യം കൂടെ ആളുകൾ തെറിവിളിച്ചതല്ല, MPയെ തടഞ്ഞതാണ്. ആ കഥയൊക്കെ നമുക്കറിയാം. അത് പോട്ടെ, അത് എന്തിനാണ് തടഞ്ഞതെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമാണ്. പക്ഷെ ഇന്ന് പോലീസ് ഏകപക്ഷീയമായി പെരുമാറി എന്നാണ് പറയുന്നത്. എന്തായാലും CPMകാരുടെ ഭാഗത്ത് നിങ്ങൾക്ക് യാതൊരു പ്രകോപനം ഉണ്ടായില്ല നിങ്ങൾ പറയുന്നു. വസീഫ്, ഒറ്റ ചോദ്യമേ ഉള്ളൂ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അതിക്രമം ഉണ്ടായിട്ടുണ്ടോ? അതോ നിങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ MPയുടെ നേതൃത്വത്തിൽ പോലീസിന്റെ മേക്കെട്ട് കയറി പോലീസ് തിരിച്ചടിച്ചു, അങ്ങനെയാണോ? സംയമനത്തോടു കൂടി ഒരു നാട്ടിലെ ഒരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട ആളാരാ? അവിടുത്തെ ജനപ്രതിനിധികളല്ലേ അതിന്റെ ഒരു മുഖ്യ ചുമതല എടുക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധി എന്തിനാ പോലീസിന് നേരെ വീണ്ടും
അങ്ങോട്ട് തള്ളിക്കയറാനുള്ള ഒരു ആഹ്വാനവുമായിട്ട് മുന്നോട്ട് നടക്കുന്നത്? പക്ഷേ നിങ്ങൾ ഇപ്പോൾ വിഷ്വൽ പ്രവീൺ വെച്ച് കുമാർ DCC പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെയല്ല. പ്രകോപിതരായിരുന്നു പ്രവർത്തകർ, അവരെ പോലീസ് തടഞ്ഞതായിരുന്നു പ്രകോപന കാരണം. MP അവിടെ എത്തി അവരോട് പോലീസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തടഞ്ഞാൽ പോലീസ് ആക്രമിക്കുകയായിരുന്നു. പോലീസ് തടഞ്ഞാൽ പ്രകോപിതരാകുന്നത് എന്തിന്? പോലീസ് ഇന്ന് തടഞ്ഞാൽ അവരെന്തിനാ പ്രകോപിതരാകുന്ന പഞ്ചായത്ത് ആദ്യത്തെ ഓഫീസിൽ കയറി? സംഭവമൊന്നുമില്ല. അതൊക്കെ ഉണ്ടാവുമല്ലോ, പഞ്ചായത്ത് നിങ്ങൾക്കൊക്കെ ഓഫീസിൽ അറിയാവുന്നതല്ലേ. പോലീസ് തടയും, പഞ്ചായത്ത് ബാരിക്കേഡ് പ്രസിഡന്റിനെ തള്ളിമറിക്കും, അതൊക്കെയുണ്ട്. പക്ഷേ ചോദ്യം ഇതാണ്, അത് MP അതിന് വരുന്നു, മാത്രമുള്ള എന്ത് പ്രശ്നമാണ് MP അവിടെ ഉള്ളത്? സമാധാനപരമായ ആളുകളോട് അതിന് സംസാരിക്കാൻ മാത്രമുള്ള ശ്രമിക്കുന്നു. അതിന് ആ മാത്രമുള്ള സമയത്ത് എന്ത് പ്രശ്നം പ്രശ്നമാണ് ഉണ്ടായി അവിടെ എന്നാണ് ഉള്ളത്? പറയുന്നത്. അതിന് മാത്രമുള്ള എന്ത് പ്രശ്നമാണ് അവിടെ ഉള്ളത്? അല്ല, അതാണ് അവിടെ ചോദ്യം. ഇന്ന് യഥാർത്ഥത്തിൽ പ്രതിഷേധവും വലിയ രീതിയിൽ പ്രകോപനവും സൃഷ്ടിക്കേണ്ടത് ആരാ? CPM-ഉം DYFI-യും അല്ലേ? ഞങ്ങളുടെ നേതാവിനെ, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിനെ അവർ കയ്യേറ്റം ചെയ്തില്ലേ? അതിന്റെ പ്രകടനം നടത്തിയ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ആ പ്രകടനം മാറി നിൽക്കുന്ന സമയത്ത് പിന്നീട് അവിടേക്ക് തന്നെ പ്രകടനമായി പോകണം എന്ന് ആരുടെ വാശിയാ? അതല്ലേ പരിശോധിക്കേണ്ടത്. ആ വാശിക്ക് പുറകിലെന്താ? അതാ ഞാൻ പറഞ്ഞത്, ബോധപൂർവമായി പ്രകോപനം സൃഷ്ടിക്കാൻ, സംഘർഷം ഉണ്ടാക്കാൻ ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായി ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഈ MP ഈ വടകരയിലും പരിസര പ്രദേശത്തും സംഘർഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് ഈ നാട് സംശയിക്കുന്നത്. അത് എല്ലാ ഘട്ടത്തിലുമുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകരെയും പേരാമ്പ്രയിൽ ഇതേ നൈറ്റ് മാർച്ച് നടത്തി അക്രമം നടത്തിയില്ലേ? ശരി, നന്ദി V വസീഫ് പ്രതികരിച്ചതിന്. സ്ഥലത്ത് ഇപ്പോൾ സംഘർഷാവസ്ഥയില്ല, പക്ഷേ സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ മുതൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രതിഷേധ പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ.